ഹലോ ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ LSRW സ്കിൽസിലെ 4ാമത്തെ മെത്തേഡായ റൈറ്റിംഗ് സ്കില്ലിനെ കുറിച്ചാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. റൈറ്റിംഗ് ഈസ് എ ക്രിട്ടിക്കൽ സ്കിൽ ഫോർ കമ്മ്യൂണിക്കേഷൻ, enabling learners to express their ideas and opinions in a structured and coherent manner. ആശയവിനിമയത്തിനുള്ള ഒരു നിർണായക വൈദഗ്ധ്യമാണ് എഴുത്ത്. പഠിതാക്കൾക്ക് അവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും ഘടനാപരമായതും യോജിച്ചതുമായ രീതിയിൽ പ്രകടിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ഫലപ്രദമായ എഴുത്ത് കഴിവുകളിൽ വ്യക്തത, യോജിപ്പ്, ഓർഗനൈസേഷൻ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. Effective writing skills involve clarity, coherence and organization. ഫലപ്രദമായ എഴുത്ത് കഴിവുകളിൽ വ്യക്തത, യോജിപ്പ്, ഓർഗനൈസേഷൻ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഇതിനെന്താക്കുന്നുണ്ട്? 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് പ്രീ റൈറ്റിംഗ്, ഒന്ന് ഡ്രാഫ്റ്റിംഗ്, ഒന്ന് റിവൈസിങ്, ഒന്ന് എഡിറ്റിംഗ്, ഒന്ന് പ്രൂഫ് റീഡിംഗ്. ഈ 5 കാര്യങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇനി ഓരോന്നും ചർച്ച ചെയ്യാം. ഒന്നാമതായി പറയുന്നത് പ്രീ റൈറ്റിങ്ങിനെ കുറിച്ചാണ്. റൈറ്റിംഗ് പ്രക്രിയയുടെ ആദ്യഘട്ടമാണ് പ്രീ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ യഥാർത്ഥ ഉള്ളടക്കം എഴുതുന്നതിന് മുമ്പ് ആസൂത്രണം, മസ്തിഷ്ക പ്രക്ഷോഭം, ഗവേഷണം എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ ഉദ്ദേശം, പ്രേക്ഷകർ, വിഷയം എന്നിവ നിങ്ങൾ പരിഗണിക്കുകയും ആശയങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേതാണ് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് റൈറ്റിംഗ് പ്രക്രിയയുടെ 2ാം ഘട്ടമാണ്. നിങ്ങളുടെ പ്രീ റൈറ്റിങ്ങിനെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ഉള്ളടക്കത്തിൻ്റെ ആദ്യ ഡ്രാഫ്റ്റ് എഴുതുന്നത് അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ വ്യാകരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അക്ഷരവിന്യാസത്തെ കുറിച്ചോ വിരാമചിഹ്നത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും വളരെയധികം ആകുലപ്പെടാതെ നിങ്ങളുടെ ആശയങ്ങൾ കടലാസിൽ ഇറക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് ഈ ഒരു ഡ്രാഫ്റ്റിങ്ങിൽ പറയുന്നത്. മൂന്നാമത്തതാണ് റിവൈസിങ് അഥവാ പുനരവലോകനം. നിങ്ങളുടെ ആദ്യ ഡ്രാഫ്റ്റ് അവലോകനം ചെയ്യുക, നിങ്ങളുടെ ആശയങ്ങൾ പുനഃസംഘടിപ്പിക്കുക, അത് വ്യക്തമാക്കുക, മൊത്തത്തിലുള്ള ഘടനയും ഉള്ളടക്കവും മെച്ചപ്പെടുത്തുന്നതിന് പ്രധാന മാറ്റങ്ങൾ വരുത്തൽ എന്നിവ ഉൾപ്പെടുന്ന എഴുത്ത് പ്രക്രിയയുടെ 3ാം ഘട്ടമാണ് ഈ ഒരു റിവൈസിങ് എന്ന് പറയുന്നത്. 4ാമത്തതാണ് എഡിറ്റിംഗ്. വ്യാകരണം, അക്ഷരവിന്യാസം, ചിഹ്നം, ശൈലീ പിശകുകൾ എന്നിവയ്ക്കായി നിങ്ങളുടെ എഴുത്ത് അവലോകനം ചെയ്യുന്നത് ഉൾപ്പെടുന്ന എഴുത്ത് പ്രക്രിയയുടെ 4ാമത്തെ ഘട്ടമാണ് ഈ ഒരു എഡിറ്റിംഗ് എന്ന് പറയുന്നത്. 5ാമത്തതാണ് പ്രൂഫ് റീഡിംഗ്. എഴുത്ത് പ്രക്രിയയുടെ അവസാന ഘട്ടമാണ് ഈ ഒരു പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. അതിലുള്ള അക്ഷരത്തെറ്റുകൾ, ചിഹ്നപ്പിശകുകൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ചെറിയ പിശകുകൾക്കായി നിങ്ങളുടെ ജോലി അവലോകനം ചെയ്യുന്നത് ഉൾപ്പെടുന്നുണ്ട്. ഉദാഹരണം, നിങ്ങളൊരു കവർ ലെറ്റർ പ്രൂഫ് റീഡ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പിശകുകൾക്കായി ഓരോ വാക്യവും ശ്രദ്ധാപൂർവം അവലോകനം ചെയ്തേക്കാം. അത് സമർപ്പിക്കുന്നതിന് മുമ്പ് അത് മിനുക്കിയതും പ്രൊഫഷണലുമാണെന്ന് നിങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യാറുണ്ട്. ഇത്രയുമാണ് ഈ ഒരു റൈറ്റിംഗ് സ്കില്ലിന് മെയിനായിട്ട് പറയാനുള്ളത്. ഈ ഒരു പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.